തിരുവനന്തപുരത്ത് അതിക്രൂരമായിട്ട് കുടുംബത്തിലെ തന്നെ കുടുംബമുണ്ട്, അതുപോലെ തന്നെ തൻ്റെ ഉറ്റ സുഹൃത്തുണ്ട്, സുഹൃത്തുണ്ട്, ഇവരെല്ലാം ക്രൂരമായിട്ടാണ് അഫാൻ എന്ന് പറയുന്ന ആ യുവാവ് ഇവരെയൊക്കെ ജീവൻ എടുത്തു കളഞ്ഞത്. ഇത് കേട്ടിട്ട് കേരളം ഞെട്ടുകയാണ് ചെയ്തത്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ പല പല കാരണങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ പ്രശ്നമുണ്ട്, മാനസികമായ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ തരത്തിൽ എല്ലാവരെയും കൊല്ലാൻ മാത്രം എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? ഇയാളൊരു സൈക്കോയാണോ എന്നൊക്കെ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തിനെ കൊല്ലാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ പറയുന്നത്, ഞാൻ മരിച്ചു പോയാൽ ഇവൾ ഒറ്റയ്ക്കാവുമെന്ന് ആലോചിച്ച് ഇവളെ വിളിച്ചു വരുത്തി തലക്കി അടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു. പക്ഷെ ആ ഉമ്മ പറഞ്ഞൊരു കാര്യം തന്നെ കേട്ടോന്ന് എനിക്കറിയില്ല. ഉമ്മ പറഞ്ഞത്, ഞാൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് വീണാണ് എനിക്ക് പരിക്ക് പറ്റിയത് എന്ന് പറഞ്ഞു. കാരണം മകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, അത്രയുണ്ട്. അത് ഉമ്മയുടെ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? എന്തായിരിക്കും ഈ ഒരു ഇത്രയും ഒരു ക്രൂര കൃത്യത്തിന് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇയാളെ പ്രേരിപ്പിച്ചത്? പാർത്തൻ പറഞ്ഞ നമ്മൾ നാട് മൊത്തവും നടുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ കേരളം ഇടയ്ക്കിടയ്ക്ക് നടുങ്ങുന്നുണ്ട് ഓരോ ക്രൂരകൃത്യങ്ങൾ കേട്ട്. ഇപ്പൊ ചെന്താമരയ്ക്ക് ശേഷം ഇനി അടുത്ത ആര് എന്ന് ചോദിച്ച് നാവ് വായിലിടുന്നതിന് മുൻപ് വെഞ്ഞാറമ്മൂട് 5 പേരെ കൊന്നു. ഒരാള് ഷെമി ഗുരുതരാവസ്ഥയിലാണ്. അതായത് അഫാന്റെ അമ്മ, പെൺസുഹൃത്ത്, ജീവന് തുല്യം സ്നേഹിച്ച അനിയൻ, അമ്മുമ്മ, അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ, ഇത്രയും പേരെ ഇരുമ്പ് ചുറ്റിക കൊണ്ട് ഒരേ തരത്തിൽ, അതായത് തലയ്ക്ക് കീഴ്പോട്ട് ഒരു പരിക്കുകളുമില്ല ശരീരത്തിൽ, എല്ലാം തലയ്ക്ക് മുകളിലേക്കാണ്. അതായത് ഒരു സൈക്കോ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒറ്റ അടിക്ക് തീർക്കുന്ന തരത്തിലേക്ക് കാണുന്ന ചില സൈക്കോ ക്രിമിനലുകളുണ്ടല്ലോ, ആ മൈൻഡിലാണ് കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു, കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്നീട് മുറിയിൽ പൂട്ടിയിടുന്നു, പിന്നീട് വന്ന് അതിക്രൂരമായി തലയിൽ അടിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുന്നു. ഉമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ഇതിൽ എല്ലാവരുടെയും സംശയം എന്തായിരിക്കും? ഇപ്പോൾ പോലീസ് തന്നെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു ലഹരിക്ക് അടിമയാണെന്ന്, പിന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മദ്യപിച്ചു എന്ന് പറയുന്നു, അതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ അപ്പുറം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ കുടുംബത്തിനുണ്ടായിരുന്നു. ഏകദേശം 75 ലക്ഷം രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഈ കുടുംബം. അത് അച്ഛനൊരു ബിസിനസ് സൗദിയിൽ ചെയ്തു, അത് പൊട്ടിപ്പൊളിഞ്ഞു പോയതിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അച്ഛനെ കൊണ്ടുപോയ ആൾ തന്നെ അവിടെ സൗദിയിൽ അദ്ദേഹത്തിന് ഈ യാത്രാ ബാൻ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതേ 7 വർഷമായി നാട്ടിൽ വന്നിട്ട് എന്നുള്ളതാണ്. ഈ നാട്ടിൽ വരാതിരിക്കുമ്പോൾ ഈ അമ്മയാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. മാത്രമല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴാണ് കുടുംബത്തിൽ വലിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അമ്മ ക്യാൻസർ രോഗിയാണ്, അതിനൊരുപാട് പണം ചിലവുണ്ട്. നാട്ടിൽ നിന്ന് കാരണം അച്ഛന് പണം അയക്കാൻ കഴിയില്ല. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് കടം വാങ്ങിയാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കടം വാങ്ങിയവർ പൈസ തിരിച്ചു ചോദിച്ച് വീട്ടിൽ വരുന്നു. മാത്രമല്ല ഈ അച്ഛൻ്റെ സഹോദരനും അമ്മുമ്മയും ഒക്കെ ഇടയ്ക്ക് സഹായിച്ചിരുന്നു, അവരും പണം തിരിച്ചു ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഈ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ യുവാവ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ കാണുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹം, സാമ്പത്തികമായുള്ള കലഹങ്ങൾ ഫോണിലൂടെ, പിന്നെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പണം ചോദിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വല്ലാതെ ഇയാളെ അലട്ടിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ വളരെ ആഡംബര ജീവിതം ആഗ്രഹിച്ചിരുന്ന ആളാണ്. മൊബൈൽ ഫോൺ, പുതിയ ഫോണുകൾ ഇറങ്ങുമ്പോൾ അത് വാങ്ങണമെന്നും, പിന്നെ ബൈക്കുകൾ വാങ്ങണം, ഒരുപാട് യാത്രകൾ പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിലൊന്നിനും സാധിക്കുന്നില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ മുഴുവൻ അങ്ങ് മുങ്ങി നിൽക്കുകയാണ് ഈ കുടുംബം എന്നുള്ളത്. അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അച്ഛൻ്റെ സഹോദരൻ്റെ ഉപദേശം, ഇവർക്ക് സഹായിക്കാൻ കഴിയില്ല പക്ഷെ ഉപദേശിക്കാനുള്ള ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ മൈൻഡിനെ വല്ലാതെ ഈ ചിന്തയ്ക്കപ്പുറം പകയിലും ദേഷ്യത്തിലേക്കും ഇതങ്ങ് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, ഒരു ISR ഉദ്യോഗസ്ഥനും സഹോദരി അമ്മയും മരിച്ചു. സാമ്പത്തികമായൊക്കെ വലിയ ഉയർന്ന നിലയിലാണ്. അതും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് സെപ്പറേറ്റ് ആയ ഒരു കുടുംബമാണ്. സഹോദരി വിവാഹിതയായിട്ടില്ല. അപ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന മക്കളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വല്ലാത്ത വൈരാഗ്യം, പക, വല്ലാത്തൊരു എന്താ പറയുക, എന്ത് ശരിയേത് തെറ്റേതെന്ന് അറിഞ്ഞുകൂടാത്തത്, എല്ലാവരെയും ഒരു പകയുടെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു രീതി. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ മരണത്തിന് കാരണമായത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പല കുടുംബങ്ങളിലും നമ്മളിപ്പോൾ സിംഗിൾ മദർ എന്നൊക്കെ പറഞ്ഞ്
എന്തുകൊണ്ടാണ് സിംഗിൾ പാരന്റുകളാകുന്നതെന്ന് ചോദിച്ചാൽ മക്കളുടെ മുന്നിൽ വെച്ച് ഇത്തരം വാക്ക് തർക്കങ്ങളോ ബഹളങ്ങളോ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായാൽ പിള്ളേരുടെ മനസ്സിൽ അത് വലിയ രീതിയിൽ ബാധിക്കും. അത് പിന്നീട് അവരുടെ ജീവിതത്തെ തന്നെ അവരെ ഒന്നുകിൽ കൊലപാതകളാക്കി മാറ്റാം, ഇല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാക്കി മാറ്റാം, അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും തരത്തിലേക്ക് അത് കൊണ്ടെത്തിക്കാം. അവർ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ജീവൻ വെടിയുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കോ ഒക്കെ അവരെ കൊണ്ടെത്തിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവമാണ് ഈ അഫ്വാന്റെ കുടുംബത്തിൽ നടന്നത്. നമ്മൾ 100% തെറ്റും ഈ ചെറുപ്പക്കാരിൽ നമുക്ക് കെട്ടിവെക്കാൻ കഴിയില്ല, ന്യായീകരിക്കുന്നതല്ല. ചെയ്തത് അതിക്രൂരമായ കൊലപാതകങ്ങളാണ്. സ്വന്തം അമ്മയെ, പെൺസുഹൃത്തിനെ, അനിയനെ, അമ്മുമ്മയെ, വലിയച്ഛനെ, വലിയമ്മയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതും ചുറ്റിക കൊണ്ട് അതിക്രൂരമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൂരതയോടെ കൊന്നിരിക്കുന്നത് പെൺസുഹൃത്തിനെയും അച്ഛൻ്റെ സഹോദരനെയുമാണ്. അപ്പോൾ അതെന്തിനാണ് ഇതുവരെ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്കാരും ഉണ്ടാകില്ല, അപ്പോൾ ഇവരെയൊക്കെ കൊന്നിട്ട് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പെൺസുഹൃത്തിനെ കൊന്നത് ശരി, ഞാനില്ലെങ്കിൽ അവൾ ജീവിക്കില്ല എന്നുള്ളത് കൊണ്ട്, സഹോദരനെ കൊന്നത് അവൻ ചെറുപ്പമാണ്, അച്ഛൻ ഇനി തിരിച്ച് അച്ഛൻ എന്ന് വരാൻ കഴിയുമെന്നറിയില്ല, അവൻ അനാഥനായിപ്പോവും, അപ്പോൾ അവനെയും കൊല്ലുന്നു. അമ്മയും ക്യാൻസർ രോഗിയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും ആരുമില്ല. ഇത് നമുക്ക് ആലോചിക്കാം. ഈ സഹോദരങ്ങളെയും അമ്മുമ്മയും കൊന്നത് ഇവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് ഉപദേശിക്കും. നീ ഇങ്ങനെ ഒന്നും നടന്നാൽ പറ്റില്ല, നിൻ്റെ അച്ഛനെ ഇങ്ങനെയായി, കുടുംബത്തിന് കൊള്ളാത്തവനാണ് അച്ഛൻ, അച്ഛൻ മുഴുവൻ പിന്നെ പൈസയും കൊണ്ടുപോയി നശിപ്പിച്ചു, നീ എന്തെങ്കിലും ജോലിക്ക് പോകണം. ഇയാൾ കുറേ നാൾ അച്ഛൻ്റെ അടുത്തായിരുന്നു, എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് കയറ്റി വിട്ടതാണ്, അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം ഉപദേശങ്ങൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഉപദേശങ്ങൾ നൽകുമ്പോൾ ഇവരെ നേർവഴിക്ക് നയിക്കും ഈ ഉപദേശങ്ങൾ എന്നുള്ളത്. പക്ഷേ അല്ല, അവർ മൈൻഡിലേക്ക് അവരുടെ ഒരു മാനസികാവസ്ഥയിൽ ഈ ഉപദേശങ്ങളൊന്നും അവർ മൈൻഡിൽ കൊള്ളില്ല എന്നുള്ളതാണ്. ഉപദേശിക്കുന്നവരോട് വല്ലാത്തൊരു പകയും വല്ലാത്തൊരു ദേഷ്യവുമൊക്കെ ഇവർക്ക് തോന്നും. അത് ഏത് രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ അഫ്വാനിലൂടെ കണ്ടത്. കാരണം അനിയൻ്റെ തലയിൽ T ആകൃതിയിലുള്ള ആഴത്തിലുള്ള മുറിവ്, T ആകൃതിയിലാണ്. ടീയുടെ അതെന്താണ് ഈ T ആകൃതി എന്നുള്ളത്? ഇയാൾ ഏതെങ്കിലും ഈ നരബലി പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതായത് സാത്താൻ സേവ പോലുള്ള അത്തരം കാര്യങ്ങളിൽ ഈ കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകൾ മാറാനൊക്കെ ഈ നരബലിയും സാത്താൻ സേവയൊക്കെ നടത്തുന്നതിൻ്റെ ഒരു രീതിയാണ് ഈ T ആകൃതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇയാൾ അത്തരത്തിൽ എന്തെങ്കിലും പെട്ടിരുന്നു. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ചോര കൊണ്ട് ഈ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഈ ചോര കൊണ്ട് എന്തോ ഒക്കെ ചെയ്യുമ്പോൾ ഈ സാമ്പത്തികം വർദ്ധിക്കും എന്നൊക്കെ പറയുന്ന കുറേ ദുരാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും ആഭിചാരക്രിയകൾ അതൊക്കെ ഇതാണോ? ഇതൊക്കെ തന്നെയാണോ? അതൊക്കെ പലതരത്തിലുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ T ആകൃതി എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ അഫ്വാൻ ചെന്ന് പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും അവിടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം മനോനില തെറ്റിയ ഒരു സൈക്കോയായി അഫ്വാൻ മാറിയതാണ് നമ്മൾ വെഞ്ഞാറമൂട് കണ്ടതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാരോടാണ്, നിങ്ങൾ ബഹളം വെച്ച് നിങ്ങളുടെ മക്കളെ മുന്നിൽ കിടന്ന് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കളുടെ മൈൻഡ് ഏത് തരത്തിലാണ് വളരുന്നത്, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കാൻ പോകുന്നത്. അവർ സൈക്കോകളാകാം, അല്ലെങ്കിൽ ലഹരികൾക്ക് അടിമയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതം വഴിതെറ്റിപ്പോകാം. പറ്റില്ലെങ്കിൽ സന്തോഷത്തോടുകൂടി അവരെ കാണിച്ചു കൊടുക്കുക. പറ്റാത്തതിലൊക്കെ സന്തോഷത്തോടുകൂടി പിരിയുക എന്നുള്ളതാണ് അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ സ്നേഹത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതിന് പറ്റാത്തവർ സന്തോഷത്തോടെ മക്കളുടെ മുന്നിൽ വെച്ച് പിരിയുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓരോ അച്ഛനും അമ്മമാരും കിടന്നിറങ്ങുമ്പോൾ പേടിയാകും, ചുറ്റികയും കൊണ്ട് മക്കൾ എവിടെ കൂടെയാണ് വരുന്നത് എന്നുള്ളത്. കാരണം ഓരോ മക്കളും പ്രസവിച്ച അമ്മയ്ക്കും ജീവൻ കൊടുത്ത അച്ഛനുമൊക്കെ കാലന്മാരായി മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും.